കൈ പിടിച്ച് മാല പോലെ കോർത്തിട്ടാണ് ഞങ്ങൾ അത്രയും സാഹസത്തോടെയാണ് ഞങ്ങൾ അപ്പുറത്ത് കടന്നിട്ട്. മൊത്തം വെള്ളമായിരുന്നു പറഞ്ഞാൽ ഇതൊന്നും അല്ലായിരുന്നു ഇവിടെ കഥ. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയും രക്ഷപ്പെടാം. വീട്ടുകാരൊക്കെ വിളിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും എന്തായാലും നമുക്ക് ഇവിടുന്ന് പോണല്ലോ. കള്ളാടി ദുരന്തമുണ്ടായ സ്ഥലത്ത് നേരെ മുൻപിലായി ഒഴുകുന്ന മീനാക്ഷി പുഴയുടെ കൈവഴിയായി ഒഴുകുന്ന ഈ വഴിയാണ് മീനാക്ഷി പുഴ ഒഴുകി അപ്പുറത്തേക്ക് പോകുന്നത്. നമുക്ക് ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ ചളി ഇതാ ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് ഒഴുകി വന്ന് ഈ പുഴയിലേക്ക് അടിഞ്ഞിരിക്കുന്ന ചളിയാണ്. ആ വെള്ളത്തിൻ്റെ കളറൊക്കെ അത്തരത്തിൽ ചളി നിറഞ്ഞതാണ്. ആ സമീപത്തൊക്കെ കാണുന്ന ചളിയൊക്കെ തന്നെയും ആ ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് ഒഴുകിയെത്തിയതാണ്. ഇതിന് അപ്പുറം ഈ പാലത്തിന് അപ്പുറം കുപ്പച്ചി ഉന്നതിയാണ്. ഈ കുപ്പച്ചി ഉന്നതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പാലം വളരെ കാലമായി ദ്രവിച്ച് ഈ പാലം ഇപ്പോൾ തകരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ കൈവരി 2007 ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിലൂടെ പോയതാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. ഏതായാലും അന്നത്തെ ദിവസം, അതായത് ആ ദുരന്തമുണ്ടായിരുന്ന ദിവസം ഇതിന് സമീപത്തുള്ള അംഗനവാടിയിലെ 2 അധ്യാപികമാരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അവരെങ്ങനെയാണ് അപ്പുറത്തെത്തിയത് എന്നുള്ളതൊരു സാഹസികമായൊരു സംഭവമാണ് അവർ നമ്മളോട് പറഞ്ഞത്. ടീച്ചർ അധ്യാപകർ നമ്മോടൊപ്പം ചേരുന്നത് എങ്ങനെ അന്നത്തെ ആ ദിവസത്തെ ഒരു ഓർമ്മ എങ്ങനെയാണ്? ഒരു 8-9 മണിയോടെ ഞങ്ങൾക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് അംഗൻവാടിയിൽ എത്തണം. അതിനുവേണ്ടി വന്നപ്പോൾ അപ്പം അധികം വെള്ളമില്ലെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്നു, കുഴപ്പമില്ല. അതൊരു 10-11 മണിയാകുമ്പോഴത്തേക്കും ഏകദേശം ഫുള്ളായി ഗ്രൗണ്ടും ഇവിടെയും. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ വേണ്ട മെമ്പർ അറിയിച്ചു. യൂൻസ് മെമ്പറാണ് നമ്മളെ വാർഡിൽ. മൂപ്പര് അപ്പം തന്നെ കിട്ടിയ വാർഡ് തന്നെ ഇവിടെ എത്തി. നമുക്കതൊരു ബദൽ എന്തെങ്കിലും ചെയ്യാം, ഒരു പാലല്ലെങ്കിലും കവുങ്ങ് എന്തെങ്കിലും മുറിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കടക്കാനുള്ള വഴി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് സ്തുതിക്കാണ്. അപ്പോഴത്തേക്കും നമ്മളെ തുരങ്കപാത പൊട്ടിയെന്നുള്ള വന്നത്. അപ്പോഴത്തേക്ക് മൂപ്പര് അങ്ങോട്ട് പോയി. എന്നാലും ഞങ്ങളെ ഈ കോളനിക്കാർ ഒരു ഉച്ച 2:30 വെള്ളം ലേശം കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകളല്ലേ, നിങ്ങളിവിടെ കുടുങ്ങണ്ടെന്ന് പറഞ്ഞ് ഇവർ ഞങ്ങളെ അങ്ങോട്ടേക്ക് കടത്തി. കൈ പിടിച്ച് മാല പോലെ കോർത്തിട്ടാണ് ഞങ്ങൾ അത്രയും സാഹസത്തോടെയാണ് ഞങ്ങൾ അപ്പുറത്ത് കടന്നത്. ചങ്ങല പോലെ അങ്ങനെയായിട്ട് ആദ്യമായിട്ടുള്ള അനുഭവം. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നു. മുണ്ടക്കായത്ത് അംഗൻവാടിയാണ്, സെൻറ്റർ നമ്പർ 48. മൊത്തം വെള്ളമായിരുന്നു പറഞ്ഞാൽ ഇതൊന്നും അല്ലായിരുന്നു ഇവിടെ കഥ. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയും രക്ഷപ്പെടാം. വീട്ടുകാരൊക്കെ വിളിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും എന്തായാലും നമുക്ക് ഇവിടുന്ന് പോണല്ലോ. എന്തായാലും നമ്മളെ സൂപ്പർവൈസറായാലും എല്ലാവരും സേഫായിട്ട് ഇരിക്കണം തന്നെ അവർ നിർദ്ദേശം തന്നു. പിള്ളേരൊന്നും അന്ന് ഇരുത്തണ്ടെന്നും പറഞ്ഞ് അതൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അന്നത്തെ. അത് എല്ലാ വർഷവും ഇവർ അനുഭവിക്കുന്ന ഒരു വിഷമതയാണത്. അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ഇതിൽ ഇല്ലെങ്കിൽ നല്ലൊരു പാലം അത് വേണം നിർബന്ധമായിട്ട്. ഞങ്ങളെയും കൂടെ ആ ഒരു ആവശ്യമാണ് ഇപ്പോൾ അത്. നമ്മളിപ്പോൾ നേരിട്ട് കണ്ടാൽ ഒരു വിഷമങ്ങളൊക്കെ, ഇവർക്കൊരു സാധനം വാങ്ങാനോ ഒന്നിനും പോകാനൊരു നിവൃത്തിയില്ല. ഈ വെള്ളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മഴ വന്നാലും. ഇപ്പം ഇതുപോലെ എല്ലാവരും ടീച്ചർ പറഞ്ഞു ഇത് ഫുള്ളും നിറഞ്ഞ് ഫുള്ളും നിറഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നമുക്ക് ശരിക്കൊരു ഭയം ഉണ്ടാവും. ഇവരൊക്കെ ഞങ്ങൾ മാറ്റി താമസിപ്പിച്ചു. അപ്പം തന്നെ വന്നിട്ട് ഞങ്ങളിവിടെ പെട്ടാലും ഇവരൊക്കെ ഞങ്ങൾ മേലോട്ട് ഇവരെ അടുത്തുള്ള വീടുകളിലൊക്കെ കോളനിക്കാരെ മാറ്റി താമസിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ എങ്ങനെയാണ് ഇവർ താഴേക്ക് ഇറങ്ങി നിങ്ങളുടെ രക്ഷപ്പെട്ടത്? അവർ ഇവിടെ തന്നെ ഫുൾ ടൈം പാലത്തിൽ ഇങ്ങനെ നിൽക്കും. എന്തായാലും നമ്മൾ പോകണല്ലോ, അവർക്കിത് മഴ കുറഞ്ഞാലില്ലെങ്കിൽ അവർക്കൊന്ന് പുറത്ത് പോകണല്ലോ. അപ്പം ഞങ്ങൾ ബാലവാടി നിന്നപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമം. നിങ്ങൾ ടെൻഷൻ അടിക്കണം, ഞങ്ങളപ്പോഴത്തേക്ക് ഇവിടെ പൊട്ടി. നമുക്ക് അതും കൂടി ഒരു മാനസികമായിട്ടൊരു വിഷമമായി. ഇവർ നെല്ലിമുണ്ട, ഞാൻ ചൂരൽമലയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പൊട്ടും കൂടി അപ്പോൾ നമുക്ക് മാനസികമായി ഒന്നും കൂടി ടെൻഷനായി. പിന്നെ നമുക്ക് ഇവിടുന്ന് പോകല്ല, രക്ഷമില്ലല്ലോ. ഞങ്ങൾക്ക് 3:30 വരെയാണ് ടൈം. പക്ഷേ എങ്ങനെയും വെള്ളം കുറഞ്ഞ ശേഷം ഇവർ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കടത്തി വിട്ടത്. അവർക്ക് പിന്നെ ഇത് എപ്പോഴുള്ള അനുഭവമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് അതിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പാലം എന്തായാലും ഇവിടെ നിർബന്ധമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കോളനിവാസികൾ. അവർക്ക് എന്തായാലും നമുക്കൊരു പരിഹാരം കാണണ്ടേ. യെസ്, അത് തന്നെയാണ് അവർ പറയുന്നത്. ആ ഒരു സാഹസികമായൊരു അനുഭവം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു അനുഭവം ഇവർക്ക് ഉണ്ടാകുന്നത്. അന്ന് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇവിടുത്തെ കോളനിയിലെ നിവാസികൾ തന്നെയാണ്. എത്രയും വേഗം ഇവിടെ ഒരു പാലം അനുവദിച്ച് നൽകുക എന്നുള്ളത് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1, വയനാട്.